കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അൽ ഫലാഹ് സർവകലാശാല ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖി അറസ്റ്റിൽ. ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ഹമാസ് മോഡൽ സ്ഫോടന പരമ്പര. പ്രധാന പ്രതിയായ അമീർ റാഷിദ് അലിയെ വിവിധയിടങ്ങളിൽ എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുക്കും. അറസ്റ്റിലായ ജസീർ ബിലാൽ ബാനിയെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹിയിൽ കോടതികൾക്കും സ്കൂളുകൾക്കും വ്യാജ ബോംബ് ഭീഷണി. അസാധാരണമായ ഭക്തജന തിരക്കിനിന്ന് സാക്ഷ്യം വഹിച്ച് ശബരിമല. ദർശനം കിട്ടാതെ പലരും മടങ്ങി. നട തുറന്ന ശേഷം ഇതുവരെ എത്തിയത് 2 ലക്ഷം പേർ. ക്യൂ കോംപ്ലക്സിൽ ഇരിപ്പിട സൗകര്യം ഒരുക്കുന്നത് പരിഗണിക്കും. തിരക്ക് നിയന്ത്രണ വിധേയമെന്നും ഇനി മുതൽ സ്പോട്ട് ബുക്കിംഗ് 20,000 പേർക്ക് മാത്രമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ആശങ്ക വേണ്ടെന്ന് പോലീസ് മേധാവി. സർക്കാർ പരാജയമെന്ന് കോൺഗ്രസും BJPയും. തെരഞ്ഞെടുപ്പായതിനാൽ ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ മന്ത്രിക്ക് അനുമതിയില്ല. SIR-നെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച് കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ SIR നീട്ടിവെക്കണമെന്ന് സർക്കാരിനൊപ്പം കോൺഗ്രസും. സമയക്രമം മാറ്റില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 4-ന് ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. 5 കോടി ഒപ്പ് ശേഖരിച്ച് രാഷ്ട്രപതിക്ക് കൈമാറാനും രാംലീല മൈതാനിയിൽ മഹാസമ്മേളനം നടത്താനും തീരുമാനം. UDF സ്ഥാനാർത്ഥി VM വിനുവിന് 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടില്ലാത്തതിന് തെളിവുകൾ പുറത്ത്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി വിനു ഹൈക്കോടതിയിൽ. വൈഷ്ണ സുരേഷിന്റെ വോട്ടർ പട്ടികയിലെ പേരുവെട്ടലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നാളെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷാ തീയതിയിലും ക്രിസ്മസ് അവധിയിലും മാറ്റം.